ഗുണ്ടാ സംഘത്തെ, ക്രിമിനൽ സംഘത്തെ, അങ്ങനെയുള്ള ആളുകളെ വരെയാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. പിന്നെ അവനുമായിട്ട് ബന്ധമുള്ള ചില ആളുകൾ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ നേമം ഡിവിഷനിൽ മത്സരിക്കുന്ന നേമം ഷജീർ, നേമത്തുകാർക്ക് മോശമായത്, സുഡാപ്പിയായിട്ടുള്ള ഇവനെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷനാക്കി കൊണ്ടുവരുന്നു. നായരായ രാഹുലും പിന്നെ മുസ്ലിമായ ഷാഫിയും അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിക്കുകയും എന്നിട്ട് ഇത് മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുമ്പം സെക്യുലർ ഫേസ് ആണെന്നുള്ളൊരു തോന്നിപ്പിക്കൽ, വ്യാജ നിർമ്മിതിക്ക് വേണ്ടിയിട്ടുള്ള ടൂളാണ്. രാഹുൽ പോലും ഷാഫിയുടെ കയ്യിലെ ഉപകരണമാണ്. അഡ്വക്കേറ്റ് സവിതാ അഭിലാഷ് ഏനാത്ത് ഡിവിഷനിൽ മത്സരിക്കുന്നത്. ഈ രാഹുലിൻ്റെ താല്പര്യപ്രകാരമാണ് അഡ്വക്കേറ്റ് സവിതാ അഭിലാഷ്. അവർ ഇന്ന് വരെ കോൺഗ്രസിൻ്റെ പരിപാടിയും പങ്കെടുത്തിട്ടില്ല എന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. ശനി നയനാന് അടൂർ നഗരസഭയിലെ വാർഡ് 8 മത്സരിക്കുമ്പം രാഹുലിൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനാണ്. നീലപ്പെട്ടി വിവാദത്തിൽ ഇവൻ ഉണ്ടായിരുന്നു പാലക്കാട്ടത്. ഈ സെക്സ്വൽ പെർവേർട്ട് ആയിട്ടുള്ള ഒരാളുടെ അടുപ്പക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ വീട്ടിലേക്ക് കയറ്റണമോ വേണ്ടയോ, വോട്ട് ചോദിക്കാൻ പോലും ഗേറ്റിന് പുറത്ത് നിൽക്കുന്ന പറയുകയാണ് ആത്മാഭിമാനമുള്ളവർ ചെയ്യേണ്ടത്. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫിയും പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥികൾ കേരളത്തിലെ പൊതുസമൂഹത്തിൽ പരാജയപ്പെടണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിൽ കോൺഗ്രസ്സുകാരുമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. എന്താണ് പറയാനുള്ളത്? അതിലേറെയും കോൺഗ്രസ്സുകാരാണ്. പിന്തുണയ്ക്കുന്ന എന്ന വാക്കിന് തിരുത്തണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. രാഹുൽ ബാർഗൈനിങ് നടത്തി ഫോഴ്സ് ചെയ്ത് പ്രാദേശിക കോൺഗ്രസ് നേതാക്കന്മാർക്ക് താല്പര്യമില്ലാത്ത അർഹരായവരെ തഴഞ്ഞ് പല സ്ഥലത്തും തിരികെ കയറ്റിയ ആളുകൾ, അങ്ങനെ തന്നെ പറയണം. പലതരത്തും അവൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അവൻ്റെ ഗുണ്ടാ സംഘത്തെ, ക്രിമിനൽ സംഘത്തെ, അങ്ങനെയുള്ള ആളുകളെ വരെയാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. പിന്നെ അവനുമായിട്ട് ബന്ധമുള്ള ചില ആളുകൾ അതിലേക്ക് ഇഷ്ടമായിട്ട് വരാം. തുടങ്ങേണ്ടത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ നേമം ഡിവിഷനിൽ മത്സരിക്കുന്ന നേമം ഷജീർ. നേമത്തുകാർക്ക് മോശമായത്. ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ, അല്ലെങ്കിൽ കവിയൂർ പൊന്നമ്മ, അങ്ങനെയൊക്കെ പറഞ്ഞ് കോടിയേരി ബാലകൃഷ്ണൻ, പിണറായി വിജയൻ, ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് കൂട്ടിച്ചേർത്ത് വെക്കുന്ന അടൂർ പ്രകാശ്. പക്ഷെ നേമ ഷജീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേമത്തുകാർ ഒന്നുകിൽ ആ സ്ഥലത്തിൻ്റെ പേര് മാറ്റണം, അതാണ് വേണ്ടത്. കാരണം അത്രയും മോശമാണ്. ഈവൻ സുഡാപ്പി ബാക്ക്ഗ്രൗണ്ടിലാണ്. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, SDP സുഡാപ്പി ആയിട്ടുള്ള ഇവനെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷനാക്കി കൊണ്ടുവരുന്നു. കോൺഗ്രസിൻ്റെ പ്രാഥമികാംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ പിന്നെ നിയമസഭയിലേക്ക് വന്നപ്പം അവൻ അനുഗമിക്കുന്നു. പിന്നെ അവൻ സ്ഥാനാർത്ഥിയാവുന്നു കോർപ്പറേഷനിലേക്ക്. നേമത്ത് നിന്ന് സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ മാത്രമല്ല, കൂടെയുള്ള സഹപ്രവർത്തകനെ ഇവൻ്റെ വലങ്കിയായിട്ടുള്ള ഒരുത്തനാണ്. ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിൻ്റെ ഭാഗമായിട്ടാണ്. ആ പയ്യന് പൈസയും കൊടുക്കാനുണ്ട്. അവനെ അതിക്രൂരമായിട്ട് മർദ്ദിപ്പിച്ചവർ, അതായത് ഉള്ളിക്കിടക്കുന്ന സുളാപ്പിയാണ്. ആ സുളാപ്പികളെ പിന്നെ ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജൻ്റാണ് ഷാഫി. കോൺഗ്രസ് പോലെയുള്ളൊരു മതേതര പ്രസ്ഥാനത്തിനകത്തും CPM-ൻ്റെയോ CPI-യുടെയോ കോൺഗ്രസിൻ്റെയോ മുസ്ലിം ലീഗിൻ്റെയോ മതേതര സ്വഭാവത്തിൽ നമുക്ക് ആർക്കും സംശയമൊന്നുമില്ല. BJP പോലും മതേതരമാണെന്ന് തന്നെ എൻ്റെ കാഴ്ചപ്പാടിനകത്ത്. അപ്പോൾ ഇതൊക്കെ മതേതര പ്രസ്ഥാനങ്ങളായിട്ട് തന്നെ നമ്മൾ കാണുന്നത്, മതേതര രാഷ്ട്രീയ പാർട്ടികളായിട്ട്. അതിനകത്തേക്ക് തീവ്രവാദ സംഘടന മനോഭാവമുള്ള ആളുകളെ കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെയുള്ള വർഗീയവാദികളെ ഇതിലേക്ക് വെള്ളപൂശി ഈ പ്ലാറ്റ്ഫോമിനകത്ത് നുഴഞ്ഞു കയറുകയും അവരിതിനെ ഹൈജാക്ക് ചെയ്യുകയും ചെയ്യുന്ന സംവിധാനത്തിൻ്റെ ഒരു ഏജൻ്റാണ് ഷാഫി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഷാഫി പ്രസ്ഥാനത്തെ ഇതിൻ്റെ മതേതര സ്വഭാവത്തെ നശിപ്പിക്കുകയും എന്നാൽ ഒരു മതേതര മുഖം എന്ന രീതിയിൽ കൃത്രിമ പ്രതിച്ഛായ ഉണ്ടാക്കി മുമ്പിലേക്ക് നിർത്തുകയും വടക്കുള്ള ഷാഫിയും തെക്കുള്ള രാഹുലും ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കുകയും നായരായ രാഹുലും പിന്നെ മുസ്ലിമായ ഷാഫിയും അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിക്കുകയും എന്നിട്ട് ഇത് മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുമ്പം സെക്യുലർ ഫേസ് ആണെന്നുള്ളൊരു തോന്നിപ്പിക്കൽ, വ്യാജ നിർമ്മിതിക്ക് വേണ്ടിയിട്ടുള്ള ടൂളാണ്. രാഹുൽ പോലും ഷാഫിയുടെ കയ്യിലെ ഉപകരണമാണ്. ഇത് മൊത്തം വ്യാജന്മാരാണല്ലോ മൊത്തത്തിൽ. നേമം ഷജീർ കോർപ്പറേഷനിലേക്ക് വരിക. ഞാൻ പറയുന്നത് അങ്ങനെ വരുന്ന നേമം ഷജീറൊക്കെ ജയിക്കണോ വേണ്ടെന്നുള്ളത് ആ വാർഡിലെ ആൾക്കാർ തീരുമാനിക്കണം. കോൺഗ്രസ്സുകാർക്കിടയിൽ പ്രതിഷേധമുണ്ട്, വ്യാപകമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. അത് ആ വാർഡിലെ വോട്ടർമാരെ തീരുമാനിക്കേണ്ടത്. ഞാൻ കരുതുന്നത് അവിടെ CPM-ന് സാധ്യതയില്ലെങ്കിൽ CPM-ൻ്റെ വോട്ടർമാർ, അതല്ല BJP-ക്ക് സാധ്യതയില്ല, കോൺഗ്രസും CPM-ഉം തമ്മിലാണ് മത്സരം എന്നുണ്ടെങ്കിൽ BJP-യുടെ വോട്ടർമാർ ക്രോസ് വോട്ട് ചെയ്ത് തോൽപ്പിക്കേണ്ടുന്ന ഒരാളാണ് നേമം ഷജീർ. ജയിക്കാതിരിക്കുക, തോക്കാതിരിക്കുക ഒക്കെ ഓരോ കാര്യം. പക്ഷേ എത്തിക്സ് വെച്ച്, ധാർമ്മികമായി രാഷ്ട്രീയ ധാർമ്മികതകൾ വെച്ചുകൊണ്ട് കൂടെയുള്ള സഹപ്രവർത്തകനെ അടുത്ത് വരെ സാമ്പത്തിക ഇടപാടായിട്ട് ഏത് ഇങ്ങോട്ട് കിട്ടാനുള്ളതല്ല, അങ്ങോട്ട് കൊടുക്കാനുള്ളതാണ്. അതിനടുപ്പിക്കുന്ന ആളുകളൊക്കെ അതിന് ഗുണ്ടകളെ വെച്ച് മർദ്ദിക്കുന്ന, അതും രോഗിയായ ഒരാൾ, ഒരു യുവാവിന് അടിയുറച്ച കോൺഗ്രസ് പ്രവർത്തകനെ, K. സുധാകരൻ്റെ അടുത്ത അനുയായിയാണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരാളെ മർദ്ദിച്ച ആളുകൾ കോർപ്പറേഷനകത്ത് ഇരിക്കണോ എന്നുള്ളത്, പപ്പി യാദവിനെയൊക്കെ നിയമസഭയ്ക്ക് അയച്ചത് ബീഹാറിൻ്റെ ചരിത്രമാണ്. കേരളത്തിൽ അങ്ങനത്തെ കൊട്ടേഷൻ കൊടുക്കുന്ന ആളുകളൊന്നും ഇതുവരെ പിന്നെ കേരളത്തിലെ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അങ്ങനെ മത്സരിച്ചതായിട്ട് രംഗത്ത് വന്നിട്ടില്ല. ഉണ്ടാവുമായിരിക്കും രഹസ്യമായിട്ടൊക്കെ അങ്ങനത്തെ ഇടപാടുകൾ വരെ. അപ്പോൾ അത് വേണോ വേണ്ടെന്നുള്ളത് തിരുവനന്തപുരത്തുകാരുടെ വിവേചന ബുദ്ധിക്കും അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധത്തിക്കും നമുക്ക് വിട്ടുകൊടുക്കാം. അടുത്തത് പാലക്കാട് മുനിസിപ്പാലിറ്റിക്കകത്തും അവിടെ ആ മണ്ഡലത്തിനകത്തുള്ള പഞ്ചായത്തുകളിലും ഇവൻ കുറേ പേരെ തിരികെ കയറ്റിയിട്ടുണ്ട് രാഹുൽ. മൂന്നാമത് പത്തനംതിട്ട, ഇവൻ്റെ നാടായിട്ടുള്ള അടൂർ നിയമസഭാ മണ്ഡലത്തിനകത്ത് 2 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനാണ് ഉള്ളത്. അതിൽ പള്ളിക്കൽ ഡിവിഷനിൽ കഴിഞ്ഞ തവണ 2020 തെരഞ്ഞെടുപ്പിൽ CPI-യുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച ശ്രീനാദേവി കുഞ്ഞമ്മ
ശ്രീനാഥ് കുഞ്ഞമ്മയും ഞാൻ തമ്മിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരെനിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ബെയിൽ കണ്ടീഷൻ ലംഘിക്കാൻ പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇല്ലെങ്കിൽ ഞാൻ അവരെ വിളിച്ചിട്ട് വിജയാശംസ നേരുമായിരുന്നു. കാരണം വിജയാശംസ നേർന്നു കഴിഞ്ഞാൽ സ്വാധീനിക്കാൻ ശ്രമിക്കരുത്. അവർക്ക് സീറ്റ് കിട്ടിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ PR വർക്ക് ചെയ്തിട്ടില്ലേ? അതായത് ആദ്യമായി രാഹുലിനെ വിശദീകരിക്കാൻ വേണ്ടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് ശ്രീനാഥ് ദേവി കുഞ്ഞമ്മയാണ്. ഞാൻ അന്നേ പറഞ്ഞു അടുത്ത തവണ കൊട്ടാരക്കര നിയമസഭാ സീറ്റാണ് അവർ ശ്രമിക്കുന്നത്, അതിന് നടക്കത്തില്ലെന്ന് കണ്ടപ്പോഴാണ് പള്ളിക്കൽ തന്നെ തിരിച്ചു വന്നത്. ഇവർ കോൺഗ്രസിലേക്ക് പോകാൻ നിൽക്കുകയാണെന്ന് മുൻകൂട്ടി കാലേക്കൂട്ടി പ്രവചിച്ച് അതിൻ്റെ പേരിലാണ് കേസ് കൊടുത്ത് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കോൺഗ്രസിൽ പോയി ചേരുകയും ചെയ്തു. ഒരു സുപ്രഭാതത്തിൽ തോന്നിയ തോന്നലൊന്നുമല്ല, അന്തർധാര സജീവമായിരുന്നു. അവർ തമ്മിൽ വളരെ ആത്മബന്ധം ഉണ്ടായിരുന്നു. ഇത്തരം ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ഇത്തരം ഒരു സ്വഭാവ വൈകൃതമുള്ള ഒരാളുമായിട്ട് എങ്ങനെയാണ് അങ്ങനെ ഒരു വ്യക്തിബന്ധം ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ചോദ്യം ഒന്ന്. അതും എതിർ പാർട്ടിയിൽപ്പെട്ട ഒരു ഇത്തരം സ്വഭാവ വൈകൃതത്തിന് ഉടമയായിട്ടുള്ള ഒരാളോട് വ്യത്യസ്തമായ രാഷ്ട്രീയ ചേരിയിൽ നിന്നുകൊണ്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് ജയിച്ച ഒരാൾക്ക് എങ്ങനെയാണ് വ്യക്തിബന്ധം ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. ആ വ്യക്തിബന്ധം ഉണ്ടാവുക, പക്ഷേ ഈ സ്വഭാവ വൈകൃതവും കൂടി കണക്കിലെടുക്കണം. അതിനെ വെള്ളം പൂശാനും വൈറ്റ് വാഷ് ചെയ്യാനും പോകുന്നതിനകത്ത് ഒരു പ്രശ്നം ഉണ്ടാകും. മാത്രമല്ല പരാതിക്കാരിയുടെ കാര്യം വന്നപ്പോൾ തന്നെ ഇവർ കൊടുത്തിട്ടുള്ള ബൈറ്റുകൾക്കകത്ത് പോലും പറയാതെ ന്യായീകരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും രാഹുലുമായിട്ടുള്ള അടുപ്പം മാത്രമായിരുന്നു ഇവരുടെ മെറിറ്റ്. അർഹതയുള്ള ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഒരു മിനി MLA ആണ്. അതെ, അര MLA ആണ്. നിയമസഭാ മണ്ഡലത്തിനകത്തെ 2 ഡിവിഷനാണ് വരുന്നത്. അര MLA ആണ്. ആ അര MLA സ്ഥാനത്തേക്ക് ശ്രീനാഥ് ദേവി കുഞ്ഞമ്മയ്ക്ക് കോൺഗ്രസിൽ കാലങ്ങളായി പ്രവർത്തിച്ച മറ്റ് പലരെയും അവഗണിച്ചുകൊണ്ട് കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ ഒരേ ഒരു ക്വാളിറ്റി ആയിട്ട് കണ്ടത് രാഹുലിൻ്റെ വിശ്വസ്ത എന്നുള്ളതാണ്. അപ്പോൾ അതവിടെ നിൽക്കുന്നു. അവർ ജയിക്കണോ വേണ്ടേ എന്നുള്ളത് അവിടെ ഉള്ളവരാണ് തീരുമാനിക്കേണ്ടത്. അടുത്തത് 2ാമത്തെ ഡിവിഷൻ, അതും ഇവൻ്റെ കയ്യിലായി. അഡ്വക്കേറ്റ് സവിതാ അഭിലാഷ് 7ാമത്തെ ഡിവിഷനിൽ മത്സരിക്കുന്നത്. ഈ രാഹുലിൻ്റെ താല്പര്യപ്രകാരമാണ് അഡ്വക്കേറ്റ് സവിതാ അഭിലാഷ്. അവർ ഇന്ന് വരെ കോൺഗ്രസിൻ്റെ പരിപാടിയും പങ്കെടുത്തിട്ടില്ല എന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. കോൺഗ്രസ്സുകാരിയല്ലോ, അവരുടെ ഭർത്താവ് BDGSന്റെ നേതാവാണ്. ഇവർ പെരിങ്ങനാട് സ്വദേശിനിയാണ്. ആ രാഹുലിൻ്റെ അടുത്ത് തന്നെ താമസിക്കുന്ന ആളാണ്. അപ്പം BDGS NDA മുന്നണിയുടെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നു. ഇതുവരെ കോൺഗ്രസിനകത്തൊരു പ്രവർത്തനത്തിൽ, അതായത് ഇവിടെ വെയിൽ കൊള്ളാനും പണിയെടുക്കാനും വീട് കയറി രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും മഹിളാ കോൺഗ്രസിൻ്റെ സമരത്തിന് പോകാനും പോലീസിനെല്ലാം ലാത്തിച്ചാർജ് ഏക്കാനും കയ്യിലെ പൈസ മുടക്കാനും ഒക്കെ കുറേ പേര്, പിറകു വെട്ടാനും വെള്ളം കോരാനും കുറേ പേര്, ഇതൊന്നും ചെയ്യാതെ ഇരുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ ജില്ലാ പഞ്ചായത്ത് പാതി MLA സ്ഥാനത്തേക്ക് മത്സരിക്കുക. എന്താ ക്വാളിറ്റി? അത് രാഹുലിൻ്റെ ആളാണ് എന്നുള്ളതാണ്. 3 ഫെനി നൈനാൻ, അടൂർ നഗരസഭയിലെ വാർഡ് 8ാം നമ്പർ 8ാമത്തെ വാർഡിൽ ഒളിവിലാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. അത് മറ്റവനാണോന്നും അറിയത്തില്ല. ഫെനി നൈനാൻ അല്ല, ഒളിവിലായിരുന്നു. കഴിഞ്ഞ ദിവസം കണ്ടെന്തോ പോലീസ് പിടിച്ചായിട്ട് എന്തൊക്കെ വീഡിയോ കണ്ടു. നമ്മളിതൊന്നും നോക്കുന്നില്ല. ഓക്കെ, ഒളിവിലാണെങ്കിലും തെളിവിലാണെന്നുണ്ടെങ്കിലും 2ാമത്തെ പെൺകുട്ടിയുടെ പരാതിയിൽ ഫെനി നൈനാനാണ് ഈ പെൺകുട്ടിയെ കൊണ്ട് മൊഴിയുണ്ട്. ഓക്കെ, ബൊമ്മാരുമായിട്ടൊക്കെ ഉള്ള ബന്ധം ഇവന്റെ ഈ പെട്ടിതൂക്കികളും മുഴുവൻ ഇതിനെ കൂട്ടി കൊടുക്കുന്ന ആൾക്കാരാണെന്നേ. സജീറിനെതിരെ പോലും നേരത്തെ ഞാൻ പറഞ്ഞതിനെതിരെ പോലും വരാൻ പോകുന്ന വലിയ ബോംബുകളുണ്ട്. അപ്പം ഫെനി നൈനാന് അടൂർ നഗരസഭയിലെ വാർഡ് 8 മത്സരിക്കുമ്പം രാഹുലിൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനാണ്. നീലപ്പെട്ടി വിവാദത്തിൽ ഇവൻ ഉണ്ടായിരുന്നു പാലക്കാട്ടത്. അതേപോലെ തന്നെ ഇവനെ അടുത്ത് രാഹുൽ ഇടപെട്ടിട്ട് KSUവിൻ്റെ സംസ്ഥാന ഭാരവാഹികളുടെ ഒരാളാക്കി. അതിന് പുറമെയാണ് രാഹുലിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്. വ്യാജ തിരിച്ചറിയൽ രേഖ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയതിനകത്ത് ഉൾപ്പെടെ ആരോപണ വിധേയനാണ്, പ്രതിസ്ഥാനത്തുണ്ട് എന്നാണ് കിട്ടിയ. അതെ, ഇവരെയൊക്കെ ഇങ്ങനെയുള്ള ഒരുത്തനെ ഈ സെക്ഷൽ പെർവേർട്ട് ആയിട്ടുള്ള ഒരാളുടെ അടുപ്പക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ വീട്ടിലേക്ക് കയറ്റണമോ വേണ്ടയോ, വോട്ട് ചോദിക്കാൻ പോലും ഗേറ്റിന് പുറത്ത് നിൽക്കുന്ന പറയുകയാണ് ആത്മാഭിമാനമുള്ളവർ ചെയ്യേണ്ടത്. അമ്മമാരും സഹോദരിമാരും പെൺമക്കളും ഉള്ളവർ ചെയ്യേണ്ടത്. അതല്ലാതെ അടൂരെ ആൾക്കാർക്ക് വിവരവും ഇല്ല എന്നുണ്ടെങ്കിൽ അവർ വോട്ട് ചെയ്യട്ടെ, ലെറ്റ് ദം സഫർ എന്നേ പറയാൻ പറ്റുള്ളൂ. അടുത്ത റിനോ പി രാജൻ ഓർത്തഡോക്സ് സഭയുടെ യുവജന വിഭാഗത്തിൻ്റെ ഭാരവാഹിയൊക്കെ ആയിരുന്നു. ഞാൻ മുമ്പൊരു സ്റ്റോറി ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് എൻ്റെ പേഴ്സണൽ ചാനലിനകത്ത്. ആ റിനോ പി രാജൻ പിന്നീട് ഓർത്തഡോക്സ് സഭയിലെ ഒരു മെത്രാച്ചൻ്റെ പേരിൽ ഒരു നോട്ടീസൊക്കെ ഉണ്ടാക്കി, സർക്കുലറൊക്കെ ഇറക്കി. ഇവർ ഒരു തട്ടിപ്പ് സാധനമൊക്കെ ഉണ്ടാക്കിയിട്ട് ഒറിജിനലെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ രാഹുലിനെ പ്രകീർത്തിച്ചുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള, അതായത് അടിമുടി വ്യാജന്മാർ, മനസ്സാക്ഷിയുള്ളവർ ചെയ്യുന്ന പണികളാണ് ചെയ്യുന്നത്. ഇലക്ഷനാണ്, പല കളികളും കളിക്കുകയൊക്കെ ചെയ്യും. രാഷ്ട്രീയത്തിൽ പല പൊളിറ്റിക്സും ഉണ്ട്. റിനോ ആണ് ഈ വിവാദം ഉണ്ടായിരുന്ന സമയത്തും പരിപൂർണമായി രാഹുലിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. രാഹുലിൻ്റെ ഏത് ഫോട്ടോയും വീഡിയോ ബൈറ്റും എടുത്ത് നോക്കിക്കഴിഞ്ഞാലും റെനോ കൂടെ ഉണ്ടാവും. പൂച്ചയ്ക്ക് എന്താ പൊന്നെടുക്കുന്നിടത്ത് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പൊന്നെടുക്കുന്നിടത്തെ പൂച്ചയല്ല റെനോ, പൊന്നുരുക്കുന്നത് ഇവരൊക്കെ കൂടിയിട്ടാണ് ഈ ഒരു ലോബിയുടെ ഭാഗമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റെനോ അങ്ങനെയാണ്. അതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് ഏറത്ത് പഞ്ചായത്തിലെ വാർഡ് 6 കിളിവയൽ എന്ന് പറയുന്ന വാർഡിൽ വെച്ച് മത്സരിക്കുന്നത്. ആ വാർഡിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ, അവർക്ക് അങ്ങനെയാണ് അവരർഹിക്കുന്നത്. അങ്ങനെ ഒരു വാർഡ് മെമ്പറെയാണെങ്കിൽ, അങ്ങനെ ഒരു പൊതുസേവകനെയാണെങ്കിൽ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ, മുനിസിപ്പൽ കൗൺസിലർ എന്നൊക്കെ പറഞ്ഞാൽ ദിവസം ഓരോ വീടുകളുമായിട്ട് ബന്ധപ്പെടുന്ന എങ്ങനെ കോൺടാക്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ളവരെ? അത് ആ വാർഡിലെ ജനങ്ങൾ തീരുമാനിക്കണ്ടേ ഇങ്ങനെയുള്ള ആളുകൾ വേണോ വേണ്ടെന്നുള്ളത്. നിങ്ങൾ എവിടെ സ്ഥലം എന്ന് വെച്ചാൽ ഏറത്ത് പഞ്ചായത്ത്. അത് ശരി,
നല്ല ജയിച്ചു കഴിഞ്ഞാൽ നല്ല നമസ്കാരം എന്ന് പറഞ്ഞ ആൾക്കാർ വാർഡ് ഏതാണെന്ന് കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ വാർഡിലുള്ളവരും കൂടി ആണെങ്കിൽ അവർക്ക് നാണക്കേട് അത്രയേ ഉള്ളൂ. അടുത്തത് നെസ്മൽ കാവിളയിൽ നെസ്മൽ മത്സരിക്കുന്നത് അടൂർ നഗരസഭയിലെ 22-ാം നമ്പർ ഡിവിഷനിലെ അയ്യപ്പൻ പാറ എന്ന് പറയുന്ന ഡിവിഷനിലാണ് മത്സരിക്കുന്നത്. വ്യാജ തിരിച്ചറിയൽ രേഖ നിർമ്മാണ കേസിൽ പ്രതിയാണ്. മൊത്തം വ്യാജന്മാരെ മൊത്തം കൊണ്ടുവന്ന് ഓരോ സ്ഥലത്തിട്ടിരിക്കുക. അടൂരെ കോൺഗ്രസിനെ ഇവനങ്ങ് വിലക്കെടുത്തന്നേ. കാലങ്ങളായിട്ട് ഇവൻ ജനിക്കുന്നതിന് മുമ്പ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ആളുകളെ ഐസൊലേറ്റ് ചെയ്തുകൊണ്ട് ഇവൻ്റെ ആളുകളെ അങ്ങോട്ട് തിരിച്ചിരിക്കുക. അതായത് ഒരു മാഫിയ ടീമിൻ്റെ കയ്യിലേക്ക് ഒരു നഗരസഭ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താ കേരള രാഷ്ട്രീയത്തിനകത്ത്? ഇവരൊക്കെ ജയിക്കണോ വേണ്ടെന്നുള്ള അവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കണ്ടേ? കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിമത ചിന്താഗതികൾക്ക് അതീതമായി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ പറയുന്നുള്ളത്, അമ്മമാരും സഹോദരിമാരും പിന്നെ പെൺമക്കളും ഒക്കെ ഉള്ള ഓരോ മനുഷ്യനും ആലോചിക്കേണ്ടതാണ് ഇവരൊക്കെ ജയിക്കണോ വേണ്ടെന്നുള്ളത്. അടുത്തത് ഉണ്ണികൃഷ്ണൻ ചൂരക്കോട് ഏറത്ത് പഞ്ചായത്തിലെ തന്നെ 11-ാം വാർഡ് ശ്രീനാരായണപുരം എന്ന് പറയുന്ന വാർഡിൽ മത്സരിക്കുന്നത്. പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ എതിർപ്പിനെ ഇവരെല്ലാം കൊണ്ടുവന്നതിൽ പ്രാദേശികമായിട്ട് കോൺഗ്രസ് പ്രവർത്തകർക്ക് എതിർപ്പുണ്ട്. അവിടെ അതിന് പറ്റുന്ന അടിത്തട്ടി പണിയെടുത്ത് വന്നിട്ടുള്ളവരുണ്ട്. ഇവൻ്റെ ഈ മറ്റേ വൃത്തികെട്ട ഏർപ്പാടുകൾക്ക് കൂടെ നിന്നിട്ടില്ല എന്നുള്ളത് മാത്രമാണ് അവരുടെ അയോഗ്യത. അതാണ് ഒരു അയോഗ്യതയായിട്ട് കണ്ടിട്ടുള്ളത്, ഡിസ്ക്വാളിഫിക്കേഷനായിട്ട് കണ്ടിട്ടുള്ളത്. പഞ്ചായത്ത് മെമ്പർ എന്നൊക്കെ പറഞ്ഞാൽ വീട്ടിൽ കയറ്റാൻ കൊള്ളുന്നവനാവണ്ടേ ആദ്യം. അങ്ങനെയുള്ള ഇഷ്ടം പോലെ പ്രവർത്തകർ ഇവിടെയൊക്കെ ഉണ്ട് കോൺഗ്രസ്സിന്. അങ്ങനെയുള്ള സ്ഥലത്താണ് ഈ പ്രശ്നമുള്ളത്. അത് മാത്രമല്ല അവിടെ സംഘടനാ പ്രവർത്തനം നടത്താൻ വേറെ തടസ്സമൊന്നുമില്ല. കണ്ണൂരിലെ പോലുള്ള ജീവൻ പണയം വെച്ചുള്ള സംഘടനാ പ്രവർത്തനമൊന്നല്ല നടത്തുന്നത്. മാന്യമായി സംഘടനാ പ്രവർത്തനം നടത്തുന്ന എത്രയോ കോൺഗ്രസ്സുകാരുണ്ട്. അവരിപ്പോഴും നെഹ്റുവിൻ്റെയും ഇന്ദിരയും ഒക്കെ മനസ്സിൽ അല്ലെങ്കിൽ ആ കുടുംബത്തോടൊക്കെയുള്ള ഒരു ആദരവിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ചിലപ്പം അത്ര കോൺഗ്രസ്സുകാരനായി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. കമ്മ്യൂണിസ്റ്റുകാരെ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. ലീഗുകാരനായിട്ട് തന്നെ മരിക്കണം. അതൊക്കെ ചിലപ്പോൾ ജീവിതത്തിൽ ആ പാർട്ടിയോടും ആ പ്രത്യയശാസ്ത്രത്തോടും ഉള്ള ഒരു ആഭിമുഖ്യത്തിൻ്റെ ഭാഗമാണ്. BJPയിലും ഉണ്ടാവും അങ്ങനെയുള്ള. അതൊന്നുമില്ലാതെ ഇതാണ് ക്വാളിറ്റി എന്നുണ്ടെങ്കിൽ അത് ജനാധിപത്യത്തിൻ്റെ കറുത്ത പാടായിട്ട് മാറും. അങ്ങനെ ജനാധിപത്യത്തിൻ്റെ ബ്ലാക്ക് മാർക്ക് വരുത്താൻ ഇവർ നിൽക്കണോ വേണ്ടത് അവിടുത്തെ വോട്ടർമാരാണ് നോക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവരെ അർഹരായ ഒരുപാട് ആളുകളെ മാറ്റി നിർത്തിയിട്ടാണ് ഇത്തരം ആൾക്കാരെ തിരികെ കയറ്റിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു, വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, ഈ പറയുന്ന ഇത്രയും ആളുകൾ, ഈ പറഞ്ഞിട്ടുള്ള ആളുകൾ അത് പ്രേക്ഷകരാണ്. നിങ്ങളുടെ വിവേചന ബുദ്ധിക്ക് വിട്ടുവരുന്നു. നേമൻ ഷജീർ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ജയിക്കണോ എന്നും അടൂരിലും അടൂർ മുനിസിപ്പാലിറ്റിയിലേക്കും എറാത്ത് പഞ്ചായത്തിലേക്കും അതേപോലെ തന്നെ അടൂർ നിയമസഭയുടെ പരിധിയിൽപ്പെടുന്ന 2 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്ക് ശ്രീനാദേവി കുഞ്ഞമ്മയും സവിതയും ജയിക്കണോ എന്നുള്ളത് ആ പ്രദേശത്തെ മനുഷ്യരുടെ ധാർമ്മിക ബോധത്തിനും രാഷ്ട്രീയ പ്രബുദ്ധതയ്ക്കും വിവേചനാധികാരത്തിനും വിട്ടുതരികയാണ്. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ഞങ്ങളെ ഒന്ന് കേൾക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്.